തെന്നിന്ത്യയിലെ പ്രമുഖ നടി മീന ബിജെപിയിൽ ചേരുമെന്ന് അഭ്യൂഹം. അടുത്ത കാലത്ത് അവർ നടത്തിയ കൂടിക്കാഴ്ചകളും ചർച്ചകളും പരിപാടികളുമാണ് ഇതിന് കാരണം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ ഡൽഹിയിലെത്തി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കറുമായി ചർച്ചയും നടത്തി. ഇതിന്റെ ചിത്രം മീന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യം ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളിൽ വേഷമിട്ട മീനയ്ക്ക് തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബിജെപിയിൽ ചേർന്നാൽ പാർട്ടിക്ക് ഗുണം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന വേളയിൽ കൂടിയാണ് ഈ പ്രചരണം. മീനയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പുതിയ അഭ്യൂഹങ്ങൾ ഇങ്ങനെയാണ്. മീന ബിജെപിയിൽ ചേരുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ നടി ഇക്കാര്യം ശരിവെക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായ മീന കൂടുതലും പങ്കുവച്ചിട്ടുള്ളത് കുടുംബപരമായ കാര്യങ്ങളും യാത്രകളും മറ്റുമാണ്. ഇതിൽ രാഷ്ട്രീയ കാര്യങ്ങളില്ല എന്നതും എടുത്തു പറയേണ്ട വിഷയമാണ്. മീന ബിജെപിയിൽ ചേരുമെന്നും കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമെന്നുമാണ് മറ്റൊരു പ്രചരണം. മീനയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അടുത്തിടെ അവർ പലതവണ ഡൽഹി സന്ദർശിച്ചതത്രേ. പൊങ്കൽ ആഘോഷത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ മീന എത്തിയിരുന്നു. എന്നാൽ ബിജെപിയിൽ ചേരുമെന്ന പ്രചരണം ആ വേളയിൽ നടി നിഷേധിച്ചു. കഴിഞ്ഞ ദിവസം മീന ഡൽഹിയിൽ എത്തിയത് എന്തിനാണെന്ന് വ്യക്തമല്ല. ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രചരണമുണ്ട്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ കൂടുതൽ തമിഴ് സിനിമാ താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. നടി ഖുഷ്ബു, ആർ ശരത് കുമാർ എന്നിവരെല്ലാം നിലവിൽ തമിഴ്നാട് ബിജെപിയിൽ സജീവമാണ്. നേരത്തെ ഗൗതമി ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഇപ്പോൾ സജീവമല്ല. ഈ സാഹചര്യത്തിലാണ് മീനയെ പാർട്ടി നേതൃത്വം അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് വിവരം. മീനയെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ പ്രചരണ രംഗത്ത് സജീവമാക്കുമെന്ന് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വളരെ ചെറുപ്പത്തിൽ സിനിമാ രംഗത്തെത്തിയ നടിയാണ് മീന. പിന്നീട് നായികയായി തിളങ്ങിയ അവർ തെന്നിന്ത്യയിലെ പ്രധാന താരമായി മാറുകയും ചെയ്തു. തമിഴ്, മലയാളം, കന്നഡ, തെലുഗു സിനിമകളിലെല്ലാം മീന അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ രംഗത്തു നിന്ന് നിരവധി പേർ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ട്. സമീപകാലത്ത് മലയാള സിനിമയിലും ഈ ട്രെൻഡ് കാണുന്നുണ്ട്. മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ 2022 മരിച്ചിരുന്നു. മകൾ നൈനിക വിജയ് നായകനായ തെറി എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത്.